ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ നോക്കൂ, രക്തസാക്ഷികളെ ഫ്രീ ആയിട്ട് കിട്ടി കൂത്തുപറമ്പ് വെടിവെപ്പിൽ. ആ ആശുപത്രി കിട്ടി, പരിയാരം ആശുപത്രി അവർക്ക് കിട്ടി, CPM-ന് പതിച്ച് കിട്ടി. പിന്നെ ആർക്ക് വേണ്ടിയാണോ ആ വെടിവെപ്പ് നടന്നത് അദ്ദേഹത്തെയും MP രാഘവനെയും അവസാനം കിട്ടി, അദ്ദേഹത്തിൻ്റെ മകനെയും പാർട്ടിയിലേക്ക് എടുത്തു. അല്ല, ഇപ്പോൾ നോക്കൂ, ഇവരുടെ ഭാഷയിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെയും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പുനർവിചിന്തനത്തിനൊക്കെ പാർട്ടി നേതാക്കളും അതുപോലെ അണികളൊക്കെ തയ്യാറാവുന്ന തോന്നുന്നുണ്ടോ? അല്ലേ, കാലത്തിനനുസരിച്ച് കോലം മാറുന്നു എന്നൊരൊറ്റ മറുപടിയിൽ ഒതുക്കില്ലേ CPM? എല്ലാ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം CPM പറയുന്ന ഒരു കാര്യമാണ് തിരുത്തും. എവിടെയൊക്കെ തിരുത്തണമോ അവിടെയെല്ലാം ഞങ്ങൾ തിരുത്തുമെന്ന്. അതിപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പറഞ്ഞു. അതുമാതിരി തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു. വയനാട് രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പറഞ്ഞു നമ്മൾ തിരുത്താനുള്ള തിരുത്തും. ഇപ്പൊ നിലമ്പൂർ കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാർട്ടി തിരുത്താനുള്ള തിരുത്തുന്നു. ഞാൻ ഒരു 15 വയസ്സ് മുതൽ ഈ പാർട്ടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ഏകദേശം 35 വയസ്സ് വരെ ആ ചേർന്ന് നിൽപ്പ് അതേപടി മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അന്ന് പറഞ്ഞിട്ടുള്ളതും ഇതുപോലെ തന്നെയാണ്. തിരുത്താനുള്ളതെല്ലാം ഞങ്ങൾ തിരുത്തേണ്ട സ്ഥാനത്ത് തിരുത്തും. പക്ഷെ ഇതുവരെയ്ക്ക് ഒന്നും തിരുത്താതെ അവർക്ക് ഇവിടെ ഇത്തരത്തിലൊരു അടിത്തറ പാകിക്കൊണ്ട് ഇപ്പൊ 10 വർഷം ഭരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള എന്ത് കാഴ്ചപ്പാടാണുള്ളത് ശ്രീ അനിൽ നമ്പ്യാർ? 10 വർഷം ഇവരെ പോലുള്ളൊരു, അതായത് നമ്മൾ പറയില്ലേ, യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത ഒരു ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 10 വർഷം കേരളത്തിന്റെ ഭരണം തീരെഴുതി കൊടുക്കേണ്ട നിലയ്ക്ക്, അതും നിസ്സാര സീറ്റല്ല, 8 സീറ്റ് അധികം കിട്ടിയെന്ന് പറയത്തക്ക തോതിലുള്ള ഒരു ഭരണം ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ പ്രബുദ്ധരായ ജനങ്ങൾക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത്, തിരുത്താത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. അപ്പൊ ഇവര് തിരുത്തിയിട്ട് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് കമ്മ്യൂണിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊണ്ടുള്ള ഒരു ഭരണത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എത്തുമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കൂടുതൽ വോട്ട് നേടി അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് അലവലാതിയായിട്ടും ഏത് പാതിരാത്രിക്കും തലയിൽ മുണ്ടിട്ട് പോയിട്ട് ചർച്ച നടത്താനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഭരണം നിലനിർത്താനും എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഇവർ മുതിരും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. അതിന് റവട ചന്ദ്രശേഖരനെ പോലീസ് DGP ആക്കിയതിന്റെ പേരിലല്ല, ഇവർ അധികാരത്തിൽ കയറിയ കഴിഞ്ഞ 9 വർഷവും 2 മാസവുമായിട്ടുള്ള ഈ കാലഘട്ടത്തിനെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികാരമാണ് എല്ലാറ്റിലും ലക്ഷ്യം. അതിന് രക്തസാക്ഷികളെ ഉണ്ടാക്കണമെങ്കിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടും. അല്ല, നമ്മൾ പറയില്ലേ മത തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് വോട്ട് നേടേണ്ടത് വെച്ചാൽ അത് ചെയ്യും. വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിച്ചിട്ടാണ് വോട്ട് ലഭിക്കുന്നത് വെച്ചാൽ അത് ചെയ്യും. അത്തരത്തിലൊന്നും ചെയ്യാൻ ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് അനിൽ നമ്പ്യാരുടെ ചോദ്യത്തിനുള്ള മറുപടി. പിന്നെ ഇവിടെ പോലീസ് ഓഫീസർ ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. റിട്ടയേർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു, അതായത് റവട ചന്ദ്രശേഖരൻ കയറിക്കൊണ്ട് ഇവിടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ക്രൈംബ്രാഞ്ച് സംവിധാനങ്ങളും ഒക്കെ നന്നാക്കി എടുത്തുകൊണ്ട് ഒരു സൽഭരണം പോലീസിൽ വരുത്താൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒരുവിധ അർത്ഥവുമില്ല എന്നുള്ളത് ഞാൻ ഊന്നി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ഗുണ്ടകളെ ഒതുക്കുകയല്ല പ്രധാനം. ആദ്യമായിട്ട് റവട ചന്ദ്രശേഖർ ഇത്തരം ഒരു ചർച്ചയിൽ ഒരു സാമൂഹ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വോട്ടർ, ഒരു നികുതിദായകൻ പറഞ്ഞതായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം തകർക്കേണ്ടത്. ആ വേറെ അറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുണ്ടകളും വിളയാടില്ല. ഇവിടെ കൃത്യമായിട്ട് റെയ്ഡ് നടക്കാൻ പോകുന്നു എന്ന് ഗുണ്ടകളെ അറിയിച്ചുകൊണ്ട് ഗുണ്ടകളെ അവിടെ നിന്ന് മാറ്റുക, ഗുണ്ടകളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുക, ആ മദ്യപാനത്തെ ചോദ്യം ചെയ്തിട്ടുള്ള മറ്റൊരു പോലീസ് ഓഫീസറെ അപമാനിക്കുക തുടങ്ങിയ പോലീസിന്റെ ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായ നടപടികളെ ഇല്ലായ്മ ചെയ്യാൻ റവട ചന്ദ്രശേഖരനായാൽ നല്ലതാണ്. പക്ഷെ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ സംസാരിച്ചെഴുന്നേറ്റ് പോയ ആ ഉദ്യോഗസ്ഥനേക്കാൾ 5 ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഇത് CPM ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. ഇനി അടുത്തത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിൽ നമ്പ്യാരെ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഇടുകന്നേ വരൂ എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലാണ് MV രാഘവൻ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയണം. മരിച്ചുപോയവരെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ ഭാവി രാഷ്ട്രീയത്തിന്റെ വാഗ്ദാനങ്ങളാക്കി വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരേണ്ട
MP രാഘവനെ പോലുള്ള നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ, തീർച്ചയായിട്ടും MP രാഘവൻ തന്നെയാണ് ഈ DYFI-കാരെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ നിങ്ങൾ ഭാവിയിലെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം നിങ്ങളിലേക്ക് ഒരു ഗുണ്ടായിസം ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തേക്കെടുത്ത് അത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ നേരെ പ്രയോഗിക്കണമെന്ന് DYFI-കാരെ പഠിപ്പിച്ചത് ഈ MP രാഘവന്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഞങ്ങളെ പോലുള്ളവർ വായനശാലകളിലും മറ്റു സ്ഥലങ്ങളിലും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് ഇതായിരുന്നു. MP രാഘവനാണ് ഈ DYFI-കാരെ ഇത്രയും മോശമായ രീതിയിൽ നിങ്ങൾ ജനങ്ങളോട് പെരുമാറാനും എതിർ രാഷ്ട്രീയക്കാരെ തല്ലി ഒതുക്കാനും വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ജീപ്പിൽ നിന്നും രക്ഷിക്കുന്ന ഒരു നാടാണ് കേരളം. ഇപ്പൊ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ പോലീസ് ജീപ്പിൽ നിന്നും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. ഇവിടെ തെരേസ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ASP തിരുവനന്തപുരത്ത് ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം അവര് 4-5 DYFI-കാരെ എന്തോ തെമ്മാടിത്തരം ചെയ്തതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇവിടുത്തെ DYFI-കാരെ ഇറക്കി കൊണ്ടുപോയി. അവർക്ക് വിവരം കിട്ടി ഇവരെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തെരേസ ജോൺ അവിടെ ചെന്നപ്പോ ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അവരോട് ചോദിച്ചതെന്നാ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനെന്നാണ് ചോദിച്ചത്. അതെ, ഇവിടെ സാക്കീർ ഹുസൈൻ എന്ന് പറയുന്ന കളമശ്ശേരി ഏരിയ സെക്രട്ടറി ഒരു സബ് ഇൻസ്പെക്ടറോട് ചോദിച്ചതെന്താ ഞങ്ങളുടെ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക എന്ന്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. റവട ചന്ദ്രശേഖരനെ പോലീസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. തൽക്കാലം എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. MK ഹരിദാസ്.